ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. അപ്പം നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. വേറെ എവിടേക്കല്ല കേട്ടോ, നമ്മുടെ വടക്കാഞ്ചേരി മൈജിയുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗംഭീര ഓഫറാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഒന്ന് പോയി നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കുക്കിംഗ് ചാനലായ കാരണം കുറച്ച് കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനും എൻ്റെ ബിനീഷേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ, പിള്ളേരില്ല. അപ്പോൾ അടിപൊളി സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ നല്ല നല്ല ഓഫറുകളും കൊടുത്തിട്ടുണ്ട്. പുതിയതായി തുടങ്ങിയതാണ്, ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ തുടങ്ങിയത്. നമ്മുടെ ഹണി റോസ് ആയിരുന്നു ഇനോഗ്രേഷൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സന്ധ്യ നേരത്താണ് കേട്ടോ, ഞാനും ബിനീഷേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇനിയിപ്പോൾ മാല ബൾബൊന്നും ഇടണ്ടല്ലോ, ഒക്കെ അഴിച്ച് വെക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇന്നും കൂടി അല്ലേ ഇടാൻ പറ്റുള്ളൂ, അപ്പോൾ ഇന്നും കൂടി ഇട്ടോളൂ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുമോളും മൂത്താളും കൂടിയിട്ട് പിന്നെ പാപ്പൻ്റെയും മേമയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ പോയേക്കാട്ടോ. അപ്പോൾ നമ്മൾ തറവാട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തറവാട്ടിലൊന്നും ആരുമില്ല, അവരെല്ലാവരും കൂടി പോയേക്കല്ലേ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് ദൂരം പോയപ്പോൾ മീൻകാരനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് മാന്തളും കുഞ്ഞ് ചാളയും മേടിച്ച് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ചേച്ചിറയിൽ കൊടുത്തേൽപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വടക്കാഞ്ചേരിക്ക് പോവുകയാണ്. വടക്കാഞ്ചേരിക്ക് പോണ വഴികളാട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സന്ധ്യ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അടിപൊളി സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളാണ്. അപ്പോൾ ഞാൻ വണ്ടിയും ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഫോണൊന്ന് ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളേനെയും കൂടി ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാമല്ലോ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി എത്തി. ഇതാണ് നമ്മുടെ ജോജുവേട്ടൻ്റെ കട കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാരങ്ങ സോഡയും സർബത്തും ഒക്കെ ഇവിടെ നാട്ടാ കുടിക്കുക. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു നാരങ്ങ സോഡ കുടിച്ചു. അതിന് ശേഷം ഞങ്ങൾ പരാഗ്ന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട്, അവിടേക്ക് പോയി. അവിടെ പോയിട്ട് വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വടക്കാഞ്ചേരി. പിന്നെ ഞങ്ങൾ പോണത് എവിടേക്കാണെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മൈജിയുടെ ഷോപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ പള്ളിയുടെ അവിടെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മറ്റേ ഹെഡ്ഫോൺ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അന്യായ റേറ്റൊക്കെയാണ്, ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ റേഡിയോകളും ബ്ലൂടൂത്ത് സ്പീക്കറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോയി വരുമ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. എന്നാലും ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സ്ട്രെയിറ്റ്നറും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോയും കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുവിധം ഒരു വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യം മറ്റു സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത കാരണം തന്നെ നല്ല നല്ല ഓഫറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും അവിടെ ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടിയാലോ, ഇപ്പോൾ ഒന്ന് നോക്കിയാലോ എന്ന് വെച്ച് പോയതാണ്. കണ്ടില്ലേ, ഈ ഗ്ലാസ് ബൗളിനൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. എല്ലാത്തിനും ഇപ്പോൾ അവർ നന്നായി വില കുറവ് ഇട്ടിട്ടുണ്ട്, പുതിയതായി തുടങ്ങിയ കാരണം. പിന്നെ ന്യൂ ഇയർ അല്ലേ എന്ന് വെച്ചിട്ട് എല്ലാത്തിനും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1000 ഉള്ള സാധനം അവർ 600 അങ്ങനത്തെ പ്രൈസിലൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഞാനൊരു ചോപ്പർ നോക്കിയിട്ടോ. നമ്മുടെ ചോപ്പർ ഒന്ന് പണി പാളിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോപ്പർ ഒന്ന് നോക്കിയിട്ട് നോക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ചെറിയ ചോപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിയില്ല. അപ്പോൾ അടിപൊളി സാധനങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ ഗ്രൈൻഡർ, പിന്നെ ഇത് കണ്ടു കേട്ടോ, ഒരു ബിരിയാണി തട്ടാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി തട്ടിൻ്റെ അടിയിൽ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ തട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നമ്മുടെ വീട്ടിലുണ്ട് ബിരിയാണി പോട്ടുണ്ട്. പിന്നെ പല ഇതിലുള്ള ടിവിയും കാര്യങ്ങളും. പിന്നെ ഇത് വേറെ ടൈപ്പുള്ളൊരു ചോപ്പറാണ് കേട്ടോ. പിന്നെ മിക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം സാധനങ്ങൾ തന്നെയാണ് മേടിച്ച് അങ്ങനെ വെച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു പുഡിങ്ങിൻ്റെ ഒരു ട്രേ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ടൊന്ന് പോയത്. അപ്പോൾ പുഡിങ് ട്രേ ഉണ്ട്. ഇതൊരു റൗണ്ട് ടൈപ്പിലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മൂടിയുണ്ട്. അപ്പോൾ എനിക്കൊരു സ്ക്വയർ ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കൊടുന്ന് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈ പാൻ എനിക്ക് കുറച്ച് പണി തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങളൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചിളങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രൈ പാൻ നാശമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ സെറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടില്ലേ, ആ ഒരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാസ്കുകൾ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ
ഈ സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അടിപൊളിയായിരുന്നു. അതിലെല്ലാം ഉണ്ട്, കോംബോ ആയിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി ഞങ്ങൾ ബേൽപൂരി കഴിക്കാൻ വന്നു. അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ബേൽപൂരി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പുറത്തുള്ള ഒരാളാട്ടോ, ഒരു ബംഗാളീസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ബോയ്സ് സ്കൂളിൻ്റെ അതിലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കാഞ്ചേരിയിലെ ശിവൻ്റെ അമ്പലം കേട്ടോ. അപ്പോൾ ഞാൻ പോണ കാരണം നിങ്ങൾക്ക് ഇതൊന്നൊക്കെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലേ അങ്ങനെ വന്നു. ശിവൻ്റെ അമ്പലത്തിൻ്റെ കൂടെ വന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ, അതിലേ അങ്ങനെ കയറി നമ്മുടെ അതിലേ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ വടക്കാഞ്ചേരിയിലത്തെ മുനിസിപ്പാലിറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മുനിസിപ്പാലിറ്റി. അപ്പോൾ ഞങ്ങൾ അവിടെ കൂടെ ഇങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇതിലേ എളുപ്പമാണ് കേട്ടോ. പിന്നെ അധികം വണ്ടികളൊന്നും വരില്ലല്ലോ, അധികം തിരക്കൊന്നുമില്ല. ഒരു 7:30 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലേ അങ്ങോട്ട് പോന്നു. കണ്ടത് നമ്മുടെ അവിടുത്തെ ഒരു ഇരട്ടകുളങ്ങര എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ, അതൊരു പാടത്തെ ഒരു അമ്പലമാണ് കേട്ടോ. ഇത് ലൈറ്റുകൾ കാണുന്ന അവിടെ ഒരു കുന്നുണ്ട്, അതിൻ്റെ മുകളിലത്തെ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നു. മീൻ ഈ വീട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ മേടിച്ചു. അപ്പോൾ വീട്ടിലെത്തിയ വശം തന്നെ പാത്രമൊക്കെ ഒന്ന് നമ്മളൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഇമ്പെക്സിൻ്റെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഒരു ഫുൾ സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ മീൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് മീൻ വെക്കണം, കറി വെക്കണം, എല്ലാ പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞുമോളും അവരവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മളൊരു കേക്ക് മുറിച്ചു. നമ്മളിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പം ഞങ്ങൾ തറവാട്ടിൽ പോയി ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. അവർ കറങ്ങാനൊക്കെ പോയി, കടലൊക്കെ കാണാൻ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗൗരവത്തിൽ ഞങ്ങളെല്ലാവരും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ കണ്ണ് ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പാപ്പൻ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരെന്നെ വീഡിയോ എടുക്കല്ലേ കേട്ടോ എന്ന് പറയുകയാണേ. അപ്പോൾ അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പുറത്ത് പോയി വന്നതിൻ്റെ കുറച്ച് വാശിയും വയ്യായികളൊക്കെ രണ്ടാൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഭക്ഷണം കൊടുത്ത് വേഗം പനിക്കുന്നുണ്ട് കണ്ണന് കുറച്ച്. അപ്പോൾ പിന്നെ അധികം നേരം അവനെ വെറുതെ വാശി പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ കടലൊക്കെ കാണാൻ പോയി വന്നിട്ട് നിൽക്കണ നിൽപ്പാണ്. അപ്പോൾ ഞാനിവരെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞുമോളും മൂത്താളും പറയുന്നുണ്ട് വീഡിയോസൊന്നും എടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കണ്ണനൊപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളും പുതിയ റെസിപ്പികളും ഒക്കെ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.